കഥ തുടങ്ങുന്നത് 1962 ആലപ്പുഴ ജില്ലയിലെ തീർത്തും സാധാരണക്കാരായ കുറേ ആളുകൾ പകർച്ചവ്യാധിയും രോഗങ്ങളും ഒക്കെ വന്നാൽ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാത്ത ഒരു കാലം. നല്ല ചികിത്സ ലഭിക്കണമെങ്കിൽ ഏറെ ദൂരം ബുദ്ധിമുട്ടി യാത്ര ചെയ്യേണ്ടി വരുമായിരുന്നു അന്നൊക്കെ. ആയിരത്തി 1963 ആലപ്പുഴക്കാരുടെ ആ ബുദ്ധിമുട്ടിന് പൂർണ്ണ പരിഹാരമുണ്ടാവുകയാണ്. തിരുമല ദേവസ്വം സൊസൈറ്റിയുടെ കീഴിൽ ആലപ്പുഴ ജില്ലയ്ക്ക് ഏതു സാധാരണക്കാരനും ഓടിയെത്താവുന്ന വിധം ഒരു ആശുപത്രി വേണമെന്ന് തീരുമാനമാക്കുന്നു. അതും ആലപ്പുഴ നഗരത്തിൽ തന്നെ. അതിനായി 145 ഏക്കർ സ്ഥലമാണ് അന്ന് കണ്ടെത്തിയത്. അങ്ങനെ ആലപ്പുഴ നഗരത്തിൽ തന്നെ ആശുപത്രിയും വണ്ടാനത്ത് മെഡിക്കൽ കോളേജ് നിർമ്മിക്കുന്നു. വർഷം മുന്നോട്ട് നീങ്ങി 1967 തിരുമല ദേവസ്വം ബോർഡ് മെഡിക്കൽ കോളേജ് അന്ന് ഭരിച്ചിരുന്ന ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. ആദ്യമൊക്കെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സീറ്റും അവിടെ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പിന്നീട് അവിടുത്തെ സീറ്റിലും അവിടെ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു. കാരണം 1984 പാലായിൽ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ ആരംഭിക്കുന്നു. പിന്നീട് നടന്നത് ചരിത്രം. തുടർന്നുള്ള വർഷങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഒരു നീണ്ട നിര തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് MBBS പ്രവേശനം സാധ്യമാക്കി എത്തുന്നു. ഒടുവിലിതാ 2024 എത്തി നിൽക്കുന്നു. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആകെയുള്ള 175 സീറ്റിൽ 140 അലങ്കരിക്കുന്നത് പല ബ്രില്യൻ്റ് സ്റ്റഡി സെന്ററിലെ കുട്ടികളാണ്. അങ്ങനെ ഈ ന്യൂ ഇയർ ദിനത്തിൽ ഒരു പട ബ്രില്യൻ്റിൽ നിന്ന് യാത്രയാവുകയാണ് ആലപ്പുഴ തിരുമല ദേവസ്വം ബോർഡ് മെഡിക്കൽ കോളേജിലേക്ക്. ശേഷം